ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ചാപ്റ്റർ ആയിട്ടുള്ള ദി ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റ് ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് ഈ ഒരു ചാപ്റ്ററിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇത് എന്ന് പറയുന്നത് ഒരു സ്പീച്ചാണ്, പ്രസംഗമാണ്. ആരാണ്, ആരുടെയാണ്? ചിമമന്ത എംഗൂസി അഡിച്ചി. അതായത് അദ്ദേഹം എന്ന് പറയുന്നത് നൈജീരിയൻ നോവലിസ്റ്റാണ്. ടെഡ് ടോക്കിൽ സംസാരിക്കുമ്പോഴുള്ള ആ ഒരു സ്പീച്ചാണ് അതേപോലെ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ സംശയിക്കും, ഇതെന്താണ് ടെഡ് ടോക്ക് എന്നൊക്കെ പറയുന്നത്, എന്താണ് സംഭവം എന്നൊക്കെ. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ യൂട്യൂബിൽ ടെഡ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അവിടെ ആ ചാനലിൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്പീച്ചുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ ആൾക്കാരും സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നമ്മളെ ചിമമന്ത ഇംഗൂസി അടിച്ച് അങ്ങനെ അവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ്, ആ ഒരു സ്പീച്ചാണ് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെ എഴുത്ത് രൂപേണ ഇവിടെ തന്നു. അതാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഓക്കെയാണ്. ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതുമായിട്ട് ഈ ഒരു ചാപ്റ്ററിനുണ്ട്. ആ ഒരു സ്പീച്ചുമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പം ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ആ ഒരു ടെഡ് എന്ന് പറയുന്ന ചാനലിലുള്ള സ്പീച്ച് കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക, കേട്ടു നോക്കുക. ഇതേ കാര്യങ്ങൾ തന്നെയാണ്, ബട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താണ് ഒരു സ്പീച്ച് എങ്ങനെ പറയാം, എങ്ങനെ സംസാരിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതെന്ന് പറയുന്ന ഒരു സ്പീച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് സ്പീച്ച് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. നിങ്ങൾ സ്വയം എന്തെങ്കിലും ഒരു ടോപ്പിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് തന്നിട്ടാകുമ്പം അതിനെ പറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ നിങ്ങളോട് സ്പീച്ച് ചെയ്യാൻ വേണ്ടി പറയുകയാണ്, നിങ്ങളോട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അതെങ്ങനെയാണ് നിങ്ങൾ റൈറ്റ് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, ആ ഒരു സ്പീച്ചിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സ്പീച്ച്. ഓക്കെയാണ്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ദി ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. എന്താണ് സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് സ്റ്റോറികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആ സ്റ്റോറികളൊന്നുമല്ല ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. ഞാനിപ്പോഴ് ഒരു അമേരിക്കയുടെ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു താജ്മഹലിൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ചിരിച്ച് ഹാപ്പി ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയുള്ള വളരെ ചില്ലടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടുകയാണ്. അപ്പോൾ അത് കാണുന്ന എല്ലാവരും കരുതുക, ഞാൻ എല്ലാവരുടെയും ഒപ്പം നല്ല ഹാപ്പി ആയിട്ട് ജോലി അടിച്ച് നടക്കുകയാണെന്നാണ്. ചിലപ്പോൾ അതായിരിക്കില്ല യഥാർത്ഥ സത്യം. ഞാൻ വെറുതെ പണ്ടെപ്പെങ്ങാനും എടുത്ത ഒരു ഫോട്ടോ ആയിരിക്കും ഇപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ടാവുക. ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണുന്ന പോലും ഉണ്ടാവില്ല. ഓക്കെ. സോ അത് എന്ന് പറയുന്നത്, ആ ഒരു സ്റ്റോറി കണ്ടിട്ട് ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞാൻ വളരെയധികം ജോളിയാണ് എന്ന് ചിന്തിച്ച ആൾക്കാർക്ക് എന്നോടുള്ള ഒരു സിംഗിൾ സ്റ്റോറിയാണത്. അതായത് സത്യമല്ലാത്ത ഒരു കഥ. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അവർ കരുതുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ അവർ പുറമെ നിന്ന് കാണുമ്പോൾ അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ വിചാരിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മളൊരു സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് ഒറ്റക്കഥ എന്നൊക്കെ പറയുന്നില്ലേ. നിങ്ങളിപ്പം ഒരു എക്സാമ്പിൾ എടുക്കുക. പല ഈ കാര്യങ്ങൾ, നിങ്ങൾ സോഷ്യൽ മീഡിയസിൽ ആക്റ്റീവായി നിൽക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. അപ്പം ചില യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ ചില ഇൻസ്റ്റഗ്രാംസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരുപാട് ഫാമിലീസ്. അപ്പം നമ്മൾ പുറമെ നോക്കുമ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ്, എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നതാണെന്നാണ് നമ്മൾ പുറമെ കണ്ടിരുന്നത്. ബട്ട് നമ്മൾ യഥാർത്ഥത്തിൽ അവരുടെ ഫാമിലിയെ നമ്മൾ നേരിട്ട് കാണുമ്പോഴായിരിക്കും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അല്ലേ? ഞാനിപ്പം നല്ലൊരു വസ്ത്രം ഇട്ട്, ഞാനിപ്പം നല്ലൊരു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ ഇട്ട് എന്ന് കരുതിയിട്ട് ഞാൻ അത്രത്തോളം റിച്ച് ആയിരിക്കണം എന്നില്ല. മനസ്സിലായില്ലേ? അത് കണ്ടിട്ട്, ആ ഫോട്ടോ കണ്ടിട്ട് എന്നെ പറ്റിയിട്ട് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഞാൻ ഭയങ്കര റിച്ചാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ബൈക്കിൻ്റെ പുറകെ ഇരുന്നിട്ട്, ബൈക്കിൽ ഇരുന്നിട്ട് ഞാൻ ഒരു സ്റ്റോറി എടുത്തിട്ടാണ്. അപ്പം എല്ലാവരും കരുതുക അത് എൻ്റെ ബൈക്കാണെന്നാണ്. ബട്ട് അതായിരിക്കില്ല. അത് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എന്നോടുള്ള ഒരു സിംഗിൾ സ്റ്റോറി മാത്രമായിരിക്കും. അതായിരിക്കില്ല സത്യം, അല്ലേ? യഥാർത്ഥത്തിൽ എൻ്റെ ആയിരിക്കില്ല ബൈക്ക്, എൻ്റെ സുഹൃത്തിൻ്റെ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വഴി കിടന്ന ബൈക്കിൽ ഞാൻ വെറുതെ കയറിയെന്ന് സ്റ്റോറി ഇട്ടതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിലുള്ള സിംഗിൾ സ്റ്റോറീസ് ആണ്. ഇതുപോലെ തന്നെ പല രാജ്യങ്ങളെ പറ്റിയിട്ടും പല മറ്റ് വലിയ വലിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള ഡേഞ്ചേഴ്സ് ഉണ്ട്. സിംഗിൾ സ്റ്റോറീൻ്റെ ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളോട് ഇപ്പം ഞാൻ ഒരു സ്ഥലം ചോദിക്കുകയാണ്, നൈജീരിയ എന്ന് പറയുന്ന സ്ഥലം. നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എന്താണ്?
ആ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെയൊന്നും കടന്നു വരുന്നുണ്ടാവില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്കറിയാം. അപ്പം അമേരിക്ക എന്ന് പറയുന്ന അമേരിക്ക അല്ല, ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് എന്ന്, അല്ലെങ്കിൽ അവരെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയും അല്ലേ? പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, അതൊരു കോണ്ടിനെൻ്റ് ആണ്. പലരുടെയും തെറ്റിദ്ധാരണയാണ്, പലരുടെയും ഒരു സിംഗിൾ സ്റ്റോറിയാണ് അമേരിക്ക എന്ന് പറയുന്നത് ഒരു രാജ്യമാണെന്നുള്ളത്. അല്ലേ? യഥാർത്ഥത്തിൽ രാജ്യമാണോ? അല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് എന്ന് പറയുന്നത് എന്താണ്? അമേരിക്ക അല്ല, ആഫ്രിക്കയാണേ. ആഫ്രിക്കയോടുള്ള എന്താണ് നമ്മുടെയൊക്കെ ഒരു സിംഗിൾ സ്റ്റോറിയാണ്. അതായത് അതൊരു രാജ്യമാണ്, അവിടെ പാവപ്പെട്ടവരാണുള്ളത്, അങ്ങനെയൊക്കെയുള്ള ചില ധാരണകൾ ചിലവർക്കുണ്ട്. അപ്പം അത് എന്നൊക്കെ പറയുന്നത് എന്താണ്? സിംഗിൾ സ്റ്റോറിയാണ്. അത് പുറമേ ഉള്ള കുറച്ച് നമ്മൾ മുഴുവനായിട്ട് ആ ഒരു കോണ്ടിനെന്റിനെ പറ്റിയിട്ട് അറിയാതെ ചില കാര്യങ്ങൾ പകുതിയുടെ പകുതി മാത്രം അറിഞ്ഞുകൊണ്ട് വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത്. സത്യം അതായിരിക്കില്ല. പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. നമ്മൾ ഭാഗികമായി കണ്ടുകൊണ്ട് അതങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കുന്നതിനെയാണ് നമ്മൾ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അപകടത്തെ പറ്റിയിട്ടാണ് നമ്മുടെ ചിമമന്ത എങ്കോസി അഡിച്ചി ആ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നത്. സോ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിമമന്ത എങ്കോസി അഡിച്ചി അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ഓക്കെ, നിർബന്ധമായിട്ടും വായിക്കുക. പിന്നെ QR കോഡൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുക. ഓക്കെ. I am a storyteller and I would like to talk I would like to tell you a few personal stories about what I like to call the danger of a single story. നിങ്ങൾ ആ ഒരു വീഡിയോ കാണണം കേട്ടോ, യൂട്യൂബിലുള്ള. എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സ് എപ്പോഴും ചെക്ക് ചെയ്യുക നമ്മുടെ ചാനലിൽ. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുന്നിൽ വെക്കണേ നിർബന്ധമായിട്ടും. നമുക്ക് ആ ഒരു സ്പീച്ചിലേക്ക് കടക്കാം. ഐ ആം എ സ്റ്റോറി ടെല്ലർ. അപ്പം ചിമമന്ത എങ്കോസി അഡിച്ചി ആദ്യം തന്നെ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ ഒരു സ്റ്റോറി ടെല്ലറാണ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എ ഫ്യൂ പേഴ്സണൽ സ്റ്റോറീസ് അബൌട്ട് വാട്ട് ഐ ലൈക്ക് ടു കോൾ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഞാനിന്ന് നിങ്ങളോട് കുറച്ച് കഥകളാണ്, എൻ്റെ കുറച്ച് കഥകളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനെ ഞാൻ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് വിശേഷിപ്പിക്കുന്നു. ഐ ഗ്രൂ അപ്പ് ഓൺ എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇൻ ഈസ്റ്റേൺ നൈജീരിയ. ഞാൻ എന്താണ് ഈസ്റ്റേൺ നൈജീരിയയിലൊക്കെയാണ് പഠിച്ചു വളർന്നു വന്നത്. മൈ മദർ സേസ് ദാറ്റ് ഐ സ്റ്റാർട്ടഡ് റീഡിങ് അറ്റ് ദ ഏജ് ഓഫ് 2, ഓൾതോ ഐ തിങ്ക് ഇറ്റ് പ്രോബബ്ലി ഹാപ്പൻഡ് വെൻ ഐ വാസ് 4. അതായത് എൻ്റെ അമ്മ പറയാറ് ഞാൻ 2 വയസ്സ് തൊട്ട് പഠിച്ചു തുടങ്ങി, വായിച്ചു തുടങ്ങി എന്നാണ്. പക്ഷേ എൻ്റെ അറിവിൽ അതൊരു 4 വയസ്സ് ആയപ്പോഴൊക്കെയാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. നമ്മുടെ അമ്മമാരും അങ്ങനെ പറയല്ലേ, എൻ്റെ ഭയങ്കര പഠിത്തമാണ്, നല്ലോണം പഠിക്കും, അവന് ഭയങ്കര ബുദ്ധിശക്തിയാണ്, അവൻ എല്ലാത്തിലും മിടുക്കനാണ്, അവൻ എന്താണ് നമ്മൾ പറയും ചിലപ്പോൾ, അവൻ എന്താണ് നടക്കുമ്പോൾ വരെ പഠിക്കുകയാണെന്നൊക്കെ ചിലപ്പം പറയും. പക്ഷെ നമ്മൾ അത്രത്തോളം ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ചിലപ്പം അത്യാവശ്യം പഠിക്കുകയായിരിക്കും. അങ്ങനെയല്ലേ? ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചിമമന്ത എങ്കോസി അഡിച്ചിയുടെ അമ്മ ഇങ്ങനെ പറയായിരുന്നു 2 വയസ്സ് തൊട്ടേ വായിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷേ അതൊരു ഇതാണ് ആ ഒരു ചിമമന്ത എങ്കോസി അഡിച്ച അദ്ദേഹത്തിൻ്റെ അമ്മ മറ്റുള്ളവരോട് പറയാം 2 വയസ്സ് തൊട്ടേ വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ 2 വയസ്സ് തൊട്ട് വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെയാണ്. സോ ഐ വാസ് ആൻ ഏർലി റീഡർ ആൻഡ് വാട്ട് ഐ റീഡ് വേർ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സ്. അപ്പം നമ്മുടെ ചിമമന്ത എങ്കോസി അഡിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് ആയിരുന്നു, അതും കുട്ടികളുടെ പുസ്തകങ്ങളായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഐ വാസ് ഓൾസോ ആൻ ഏർലി റൈറ്റർ. ഞാൻ എന്താണ് വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതി തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ആൻഡ് വെൻ ഐ ബിഗാൻ ടു റൈറ്റ് അറ്റ് അബൌട്ട് ദ ഏജ് ഓഫ് 7 വയസ്സ് ആകുമ്പോഴേക്കൊക്കെ ഇങ്ങനെ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റോറീസ് ഇൻ പെൻസിൽ വിത്ത് ക്രയോൺ ഇല്ലുസ്ട്രേഷൻസ് ദാറ്റ് മൈ പുവർ മദർ വാസ് ഒബ്ലിഗേറ്റഡ് ടു റീഡ്. അങ്ങനെ ക്രയോൺ പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരച്ചും എഴുതിയൊക്കെ അമ്മക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു 7 വയസ്സിലൊക്കെ. അപ്പം അമ്മ അത് ബുദ്ധിമുട്ടോട് കൂടിയിട്ട് ഇങ്ങനെ വായിക്കുമായിരുന്നു ഈ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഐ റോട്ട് എക്സാക്ട്ലി ദ കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് ഐ വാസ് റീഡിങ്. ഞാൻ വായിച്ചുകൊണ്ടിരുന്ന എനിക്ക് പരിചയമായിട്ടുള്ള കഥകളിനോട് സാമ്യമുള്ള കഥകൾ തന്നെയായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. All my characters were white and blue-eyed. They played in the
snow, they ate apples, and they talked a lot about the weather, how lovely it was that the sun had come out. അപ്പം എൻ്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും വെള്ള നിറത്തിലാണ്, നീല കണ്ണുകളാണ്, എല്ലാവരും ആപ്പിളാണ് കഴിക്കുന്നത്. അവരുടെ ചുറ്റിലും മഞ്ഞുകളാണ്, മഞ്ഞ് നിറഞ്ഞ സ്ഥലങ്ങളാണ് ആ കഥാപാത്രങ്ങളുടെ ചുറ്റിലും ഉണ്ടാവാറ്. അവരിടയ്ക്കിടയ്ക്ക് വെതറിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു. ബട്ട് ഐ ഹാഡ് നെവർ ബീൻ ഔട്ട് സൈഡ് നൈജീരിയ. അപ്പം ചിമമന്ത എങ്കോസി അഡിച്ചി ഇങ്ങനെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയാണ് ഒട്ടുമിക്ക കഥകളിലും രചിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ചെറുപ്പകാലത്ത്. അപ്പം പക്ഷേ നമ്മുടെ ചിമമന്ത എങ്കോസി അഡിച്ചി ഇതുവരെയായിട്ടും ആ ഒരു സമയത്ത് നൈജീരിയക്ക് പുറത്ത് പോയിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിമമന്ത എങ്കോസി അഡിച്ചിക്ക് പറ്റിയത് എന്ന് ഒരു സംശയം ഉണ്ടാവും നിങ്ങൾക്ക്, അല്ലേ? We didn't have snow. We ate mangoes and we never talked about the weather because there was no need to. നൈജീരിയയിൽ മഞ്ഞൊന്നുമില്ല. അവർ കഴിക്കുന്നത് ആപ്പിൾ അല്ല, അവർ കഴിക്കുന്നത് മാങ്ങയാണ്. വി നെവർ ടോക്ക്ഡ് അബൌട്ട് ദ വെതർ. അവരൊരിക്കലും വെതറിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാറില്ലായിരുന്നു. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഈ ചിമമന്ത എങ്കോസി അഡിച്ചി എഴുതുന്ന കഥകളിലൊക്കെയും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും നിറഞ്ഞുകൊണ്ടിരുന്നത്? വാട്ട് ദിസ് ഷോസ്, ഐ തിങ്ക് ഇതെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഈസ് ഹൗ ഇംപ്രഷനബിൾ ആൻഡ് വൾണറബിൾ വി ആർ ഇൻ ദ ഫേസ് ഓഫ് എ സ്റ്റോറി, പെർട്ടിക്കുലർലി ആസ് ചിൽഡ്രൻ. ഇതെന്താ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇതെന്താണ് നമ്മളോട് പറയുന്നത് എന്ന് വെച്ചാൽ, എത്രത്തോളമാണ് നമ്മൾ വായിക്കുന്നതിലൂടെ നമ്മൾ എത്രത്തോളമാണ് ഇൻഫ്ലുവൻസ് ആവുന്നത് എന്നുള്ള കാര്യമാണ്. അതായത് ഒരു കുട്ടി എന്ന നിലയിൽ നമ്മളെ ചിമമന്ത എങ്കോസി അഡിച്ചി വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ പുസ്തകങ്ങളായിരുന്നു, കഥാപുസ്തകങ്ങളായിരുന്നു കുട്ടികൾക്കുള്ള. അപ്പം അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയുള്ളതായിരുന്നു? നീല കണ്ണുകളുള്ള, വെള്ള നിറത്തിലുള്ള, മഞ്ഞ് ഇങ്ങനെ നിറഞ്ഞ സ്ഥലങ്ങളിലുള്ള ആപ്പിളുകൾ കഴിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു. അപ്പം അത് എന്ത് ചെയ്തു? ചിമമന്ത എങ്കോസി അഡിച്ചി ഒരു ചിന്തിക്കുകയാണ്, അങ്ങനെയാണ് കഥാപുസ്തകങ്ങളിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ പാടുള്ളൂ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ എന്നുള്ളൊരു സിംഗിൾ സ്റ്റോറി നമ്മുടെ ചിമമന്ത എങ്കോസി അഡിച്ചിക്കുണ്ടായിരുന്നു. കാരണം അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് പിന്നീട് ചിമമന്ത എങ്കോസി അഡിച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ആദ്യത്തെ ഒരു സംഭവത്തിൽ ചിമമന്ത എങ്കോസി അഡിച്ചിക്കുള്ളതായിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത് എന്തായിരുന്നു? കഥാപാത്രങ്ങളെല്ലാം എങ്ങനെയുള്ളവരായിരിക്കണം? വെളുത്ത് നല്ല ആപ്പിൾ കഴിക്കുന്ന, മഞ്ഞ് ഉള്ള സ്ഥലങ്ങളിൽ ജനിച്ച, നല്ല നീല കണ്ണുകളുള്ളവർ മാത്രമായിരിക്കണം എന്നായിരുന്നു നമ്മുടെ ചിമമന്ത എങ്കോസി അഡിച്ചിക്ക് ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ. ഇവിടെ ഇംപ്രഷനബിൾ എന്ന് വെച്ചാൽ ഈസിലി ഇൻഫ്ലുവൻസ്ഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. അതായത് എത്രത്തോളമാണ് കുട്ടികളെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ, അല്ലേ, എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ബിക്കോസ് ഓൾ ഐ ഹാഡ് റീഡ് were books in which characters were foreign. I had become convinced that books by their very nature had to have foreigners in them and had to be about things with which I could not personally identify. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. Now things changed when I discovered African books. അങ്ങനെ ചിമമന്ത എങ്കോസി അഡിച്ചിക്ക് ഉണ്ടായിരുന്നത് ഒരു സിംഗിൾ സ്റ്റോറിയാണെന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത്? അതായത് അദ്ദേഹം ആഫ്രിക്കൻ ബുക്സ് വായിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് എങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കൂടിയുണ്ടെന്ന്. There weren't many of them available and they weren't quite as easy to find as the foreign books. But when I read Chinua Achebe and Kamara Lai, I realized that people like me, girls with skin the color of chocolate, whose kinky hair could not form ponytails, could also exist in literature. അപ്പം നമ്മുടെ ആഫ്രിക്കൻ ബുക്സ് വായിച്ചു തുടങ്ങിയപ്പോഴാണ് ചിമമന്ത എങ്കോസി അഡിച്ചിക്ക് മനസ്സിലാവുന്നത് നല്ല ചോക്ലേറ്റിൻ്റെ നിറമുള്ള, നല്ല ചുരുണ്ട മുടികളുള്ള കഥാപാത്രങ്ങളും എവിടെയുണ്ട്, ഇങ്ങനെ ഓരോ കുട്ടി കഥകളിലും ഉണ്ട് എന്ന് നമ്മളെ ചിമമന്ത എങ്കോസി അഡിച്ചിക്ക് മനസ്സിലാവുന്നത്. അതുവരെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയുള്ള കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു എന്നാണ്. അതായത് വെള്ള നിറത്തിലുള്ള, നീല കണ്ണുകളുള്ളവർ മാത്രമായിരുന്നു കഥയിലെ കഥാപാത്രങ്ങളായിട്ട് വരിക എന്നായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നത്. പക്ഷേ ആഫ്രിക്കൻ ബുക്സ് വായിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് അങ്ങനെയല്ല, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളുണ്ട്, തന്നെ പോലെ നല്ല ചോക്ലേറ്റിൻ്റെ നിറമുള്ള ചുരുണ്ട മുടികളുള്ള കഥാപാത്രങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതിന് വളരെയധികം സഹായിച്ചിട്ടുള്ള എഴുത്തുകാരായിരുന്നു
ചിൻവ അച്ചബിയും ക്യാമറ ലായും എന്ന് പറയുന്നവർ. നമ്മുടെ ഫോറിൻ ബുക്സ് പോലെ ഒരുപാടധികം ആഫ്രിക്കൻ ബുക്സ് ഒന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. എന്നാലും കിട്ടുന്നത് വെച്ച് വായിച്ചു നോക്കിയപ്പോഴാണ് നമ്മുടെ ചിമമന്ത എങ്കോസി അഡിച്ചിക്ക് ആ ഒരു സിംഗിൾ സ്റ്റോറി മനസ്സിലാവുന്നത്, യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. കാരണം എങ്ങനെയുള്ള കഥാപാത്രങ്ങളുണ്ട്, എല്ലാ രീതിയിലുള്ള കഥാപാത്രങ്ങളും നമുക്ക് കഥകളിൽ കൊണ്ടുവരാമെന്നുള്ള കാര്യം. I started to write about things I recognized. I loved the American and British books I read. They stirred my imagination and opened up new worlds for me. ഞാൻ വായിച്ചിരുന്ന അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കഥയിലുള്ള കഥാപാത്രങ്ങളൊക്കെ വളരെയധികം മനോഹരമായിട്ട് വളരെയധികം രീതിയിൽ എന്തായിട്ടുണ്ടായിരുന്നു, ചിമമന്ത എങ്കോസി അഡിച്ചിനെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ മാത്രമാണ് ഉള്ളത്, അവർക്ക് മാത്രമാണ് ഈ ഒരു കഥാപാത്രങ്ങളായിട്ട് എഴുതുക, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കഥകളിൽ പ്രതിഫലിക്കുക എന്നൊക്കെ ഉള്ള ഒരു സിംഗിൾ സ്റ്റോറി ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ചിമമന്ത എങ്കോസി അഡിച്ചിക്കുണ്ടായിരുന്നു. ബട്ട് ആഫ്രിക്കൻ റൈറ്റേഴ്സ് സേവ്ഡ് മീ ഫ്രം ഹാവിങ് എ സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ് ആർ. എന്നാൽ ആഫ്രിക്കൻ റൈറ്റേഴ്സ് എന്നെ ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നും എന്നെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കൂടിയുണ്ടെന്ന്. ആ ചുരുണ്ട മുടിയുള്ള, ചോക്ലേറ്റിൻ്റെ നിറമുള്ള എല്ലാ തരം കഥാപാത്രങ്ങളും നിറഞ്ഞതാണ് കഥകളെന്ന് മനസ്സിലാവുന്നത്. ഐ കം ഫ്രം എ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് നൈജീരിയൻ ഫാമിലി. ഇവിടെ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സിംഗിൾ സ്റ്റോറീസ്. ഇവിടെ പലതരത്തിലുള്ള, ഇവിടെ ഇപ്പം പറയുന്നത് ആഫ്രിക്കൻ ബുക്സിനെ പറ്റിയിട്ടുള്ള, അമേരിക്കൻ ബുക്സിനെ പറ്റിയിട്ടുള്ള, സ്റ്റോറി ബുക്സിനെ പറ്റിയിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോറിയാണ് ഈ പാരഗ്രാഫ്സിൽ പറയുന്നത്. എക്സാമിന് ചോദിക്കാൻ ചിലപ്പം ആഫ്രിക്കൻ ബുക്സിനെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ബുക്സിനെ പറ്റിയിട്ടുള്ള, അമേരിക്കൻ ബുക്സിനെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ചിമമന്ത എങ്കോസി അഡിച്ചിക്കുണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറിയെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതുമെന്ന് ചോദിക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ പിന്നെ മറ്റൊരു സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവിടെ ഈ ഒരു പുസ്തകത്തെ പറ്റിയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് മറ്റൊരു സിംഗിൾ സ്റ്റോറിയാണിത് ഈ ഒരു പാരഗ്രാഫ്. ഓക്കെ, അടുത്ത സിംഗിൾ സ്റ്റോറിയാണ് നമ്മൾ പറയുന്നത്. ഐ കം ഫ്രം എ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് നൈജീരിയൻ ഫാമിലി. ഞാൻ എന്താണ്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നാണ് വരുന്നത്. മൈ ഫാദർ വാസ് എ പ്രൊഫസർ. നമ്മുടെ ഫാദർ പ്രൊഫസറാണ്. മദർ വാസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. ആൻഡ് സോ വി ഹാഡ്, ആസ് വാസ് ദ നോം, ലിവ് ഇൻ ഡൊമസ്റ്റിക് ഹെൽപ്പ് who would often come from nearby rural villages. So the year I turned 8, അങ്ങനെ ചിമമന്ത എങ്കോസി അഡിച്ചി 8 വയസ്സായപ്പോൾ വി ഗോട്ട് എ ന്യൂ ഹൗസ് ബോയ്. അങ്ങനെ വീട്ടുകാര്യങ്ങളും വീട്ടുജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെ കൊണ്ടുവരികയാണ്. ഹിസ് നെയിം വാസ് ഫിദെ. ആ കുട്ടിയുടെ പേരാണ് ഫിദെ. നല്ല പേരാണ്. ദ ഓൺലി തിങ് മൈ മദർ ടോൾഡ് അസ് അബൌട്ട് ഹിം വാസ് ദാറ്റ് ഹിസ് ഫാമിലി വാസ് വെരി പുവർ. നമ്മുടെ ചിമമന്ത എങ്കോസി അഡിച്ചിനോട് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫിദെ വളരെ പാവപ്പെട്ട കുട്ടിയാണ്, അവൻ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് അമ്മ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൈ മദർ സെൻഡ് യാംസ് ആൻഡ് റൈസ് ആൻഡ് അവർ ഓൾഡ് ക്ലോത്ത്സ് ടു ഹിസ് ഫാമിലി. അങ്ങനെ അമ്മ എന്ത് ചെയ്യായിരുന്നു, യാംസ് എന്ന് വെച്ചാൽ കിഴങ്ങ് സാധനങ്ങൾ, അങ്ങനെ കിഴങ്ങും അതേപോലെ തന്നെ അരിയൊക്കെ ഇങ്ങനെ ഈ ഒരു പഴയ തുണികളും ഒക്കെ ഫിദയുടെ ഫാമിലിയിലേക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു. കാരണം അവർ പാവപ്പെട്ടവരാണ്. ആൻഡ് വെൻ ഐ ഡിഡൻറ്റ് ഫിനിഷ് മൈ ഡിന്നർ മൈ മദർ വുഡ് സേ, ഫിനിഷ് യുവർ ഫുഡ്, ഡോണ്ട് യു നോ പീപ്പിൾ ലൈക്ക് ഫിദേസ് ഫാമിലി ഹാവ് നത്തിങ്. എങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പം അമ്മ പറയാറുണ്ടായിരുന്നത്രേ, ഭക്ഷണം നല്ല മൊത്തമായിട്ട് കഴിക്കുക, കാരണം നിനക്കറിയില്ലേ ഫിദേൻ്റെ കുടുംബത്തെ പോലെയുള്ള എത്ര പേരുണ്ട്, അവർക്കൊന്നും ഭക്ഷണം പോലും കിട്ടുന്നില്ല, അവരെത്ര പാവപ്പെട്ടവരാണ്, അവരെയൊക്കെ നീ കാണുന്നില്ലേ, നിനക്കെല്ലാം ഇങ്ങനെ കിട്ടുന്നതുകൊണ്ടല്ലേ നീ കഴിക്കാത്തതെന്നൊക്കെ പറയായിരുന്നു. സോ ഐ ഫെൽറ്റ് എനോമസ് പിറ്റി ഫോർ ഫിദേസ് ഫാമിലി. സോ എനിക്കെന്താണ്, അല്പം സഹതാപം തോന്നി, ഫിദയുടെ ഒരു കുടുംബത്തെ പറ്റിയിട്ട് സഹതാപം തോന്നി. ദെൻ വൺ സാറ്റർഡേ, എന്നാൽ ഒരു ശനിയാഴ്ച, വി വെന്റ് ടു ഹിസ് വില്ലേജ് ടു വിസിറ്റ് and his mother showed us a beautifully patterned basket of dyed raffia that his brother had made. ഒരു ദിവസം ഇവരുടെ കുടുംബത്തെ കാണാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ഫിദയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിൽ പോയപ്പോഴാണ് ഫിദയുടെ അമ്മ നമ്മുടെ ചിമമന്ത എങ്കോസി അഡിച്ചിക്ക് ഒരു സാധനം കാണിച്ചു കൊടുത്തത്. അതായത് ഫിദയുടെ ഏട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു
ഈ റാഫിയ എന്ന് വെച്ചാൽ നൂലിനോട് സമമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഇങ്ങനെ അത് നൂല് കൊണ്ടൊക്കെ ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള ബാസ്ക്കറ്റ് നിർമ്മിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഫിദയുടെ ഏട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അമ്മ കാണിച്ചു കൊടുത്തു. ആർക്ക്? ചിമന്ത എങ്കോസി അടിച്ചിക്ക്. ആരുടെ അമ്മ? ഈ ഫിദയുടെ അമ്മ. അപ്പം ഇത് കണ്ടപ്പോഴാണ് ചിമന്ത എങ്കോസി അടിച്ചിക്ക് അത്ഭുതം തോന്നിയത്. ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വളരെ പാവപ്പെട്ടവരാണ്, അവരെ അങ്ങോട്ട് സഹായിക്കണം, അവർക്ക് എല്ലാ കാര്യങ്ങളും സഹായിക്കണം, അവരെല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കും എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ, ഒരു സിംഗിൾ സ്റ്റോറി ആയിരുന്നു ഫിദയെ പറ്റിയിട്ട് ആർക്കുണ്ടായിരുന്നത്? ചിമന്ത എങ്കോസി അടിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫ്, ഷോർട്ട് നോട്ട്, അതായത് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഫിദെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദി സിംഗിൾ സ്റ്റോറി ദറ്റ് ചിമന്ത എങ്കോസി അടിച്ച് ഹാവ് അബൌട്ട് ഫിദെ. ഓക്കെ, അതായത് ഫിദയെ പറ്റിയിട്ടുണ്ടായിട്ടുള്ള ചിമന്ത എങ്കോസി അടിച്ചിട്ടുണ്ടായിട്ടുള്ള സിംഗിൾ സ്റ്റോറിയെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. I was startled. It had not occurred to me that anybody in his family could actually make something. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു, അതായത് ഫിദയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പോലും ചിമന്ത എങ്കോസി അടിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? അവർ പാവപ്പെട്ടവരാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം, അവർക്കെല്ലാം നമ്മളെ സഹായിക്കണം, എല്ലാത്തിനും അവർ സഹായം ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ഒരു സിംഗിൾ സ്റ്റോറിയാണ് ആർക്കുണ്ടായിരുന്നത്? ചിമന്ത എങ്കോസി അടിച്ചിക്ക് ആരോടുണ്ടായിരുന്നത്? ഫിദയുടെ ഫാമിലിയോടുണ്ടായിരുന്നത്. ഓക്കെയാണ്. All I heard about them was how poor they were, so that it had become impossible for me to see them as anything else but poor. അപ്പം ഇങ്ങനെ എപ്പോഴും ഈ പാവപ്പെട്ടവരാണ്, പൂറാണ്, ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ കേട്ട് ആ ഒരു ചിന്ത മാത്രമായിരുന്നു ഫിദയുടെ കുടുംബത്തെ പറ്റിയിട്ടും ഫിദയെ പറ്റിയിട്ടും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. ദിസ് പോവർട്ടി വാസ് മൈ സിംഗിൾ സ്റ്റോറി ഓഫ് ദം. അങ്ങനെ ഇതായിരുന്നു രണ്ടാമതുള്ള ഒരു സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത്. ഇയേഴ്സ് ലേറ്റർ മറ്റൊരു സിംഗിൾ സ്റ്റോറിയെ പറ്റിയിട്ടാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ ചിമന്ത എങ്കോസി അടിച്ചി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സിംഗിൾ സ്റ്റോറീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് താൻ കരുതിയിട്ടുണ്ടായിരുന്ന തെറ്റായ കഥകളെ പറ്റിയിട്ടാണ് ഇവിടെ വിവരിക്കുന്നത്. അതിലിപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഈ കഥാപുസ്തകങ്ങളെ പറ്റിയിട്ടുള്ള ഒരു തെറ്റായ ധാരണ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫിദയുടെ ഫാമിലിയെ പറ്റിയിട്ടും ഫിദയെ പറ്റിയിട്ടുണ്ടായിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോറി. ഇനി അടുത്ത സിംഗിൾ സ്റ്റോറിയെ പറ്റിയിട്ടാണ് ഇവിടെ ഈ ഒരു സ്പീച്ചിൽ സംസാരിക്കുന്നത്. ഇയേഴ്സ് ലേറ്റർ, വർഷങ്ങൾക്ക് ശേഷം, ഐ തോട്ട് അബൌട്ട് ദിസ് വെൻ ഐ ലെഫ്റ്റ് നൈജീരിയ ടു ഗോ ടു ദ യൂണിവേഴ്സിറ്റി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഐ വാസ് 19. അങ്ങനെ 19 വയസ്സായപ്പം നമ്മുടെ ചിമന്ത എങ്കോസി അടിച്ച് നൈജീരിയ വിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മൈ ആഫ്രിക്കൻ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ് ബൈ മീ. അമേരിക്കൻ റൂംമേറ്റ് എന്താണ്, ഇങ്ങനെ നൈജീരിയയിൽ നിന്ന് ഒരു വ്യക്തി വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ നൈജീരിയയിലുള്ളവരൊക്കെ ഇങ്ങനെ അമേരിക്കയിൽ പഠിക്കാൻ വരുമോ, അവർ പുറത്തു വരുമോ എന്നൊക്കെയുള്ള ഒരു തെറ്റായ ചിന്താഗതിയായിരുന്നു ആ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ഷീ ആസ്ക്ഡ് വെയർ ഐ ഹാഡ് ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ ആൻഡ് വാസ് കൺഫ്യൂസ്ഡ് വെൻ ഐ സെഡ് ദാറ്റ് നൈജീരിയ ഹാപ്പൻ ടു ഹാവ് ഇംഗ്ലീഷ് ആസ് ഇറ്റ്സ് ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പം ഈ അമേരിക്കൻ റൂംമേറ്റ് എന്താണ്, ഈ നമ്മുടെ ചിമന്ത എങ്കോസി അടിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടപ്പം അത്ഭുതപ്പെട്ടു പോയി. അമേരിക്കൻ ആ ഒരു റൂംമേറ്റ് പറയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് അറിയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചെടുത്ത് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ചിമന്ത എങ്കോസി അടിച്ച് പറഞ്ഞു, എന്താണ്, നൈജീരിയയിൽ ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, പിന്നെ എന്താണ് പ്രശ്നം? നമ്മളെല്ലാവർക്കും, നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാം, പിന്നെ എന്താണ് പ്രശ്നം അല്ലേ? പക്ഷേ ഇവിടെ അമേരിക്കൻ റൂംമേറ്റിനെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവിടെ അവർ കാണുന്നത് എന്താണ്, നൈജീരിയയിൽ ഉള്ളവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല, പാവപ്പെട്ടവരാണ് എന്നൊക്കെയുള്ള ഒരു തെറ്റായ സിംഗിൾ സ്റ്റോറിയാണ് ആർക്കുള്ളത്, അമേരിക്കൻ റൂംമേറ്റിനുള്ളത്. അത് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. She asked if she could listen to what she called my tribal music and was consequently very disappointed when I produced my tap of Mariah Carey. അങ്ങനെ ഈ അമേരിക്കൻ റൂംമേറ്റ് പറയായിരുന്നു, നിങ്ങളെ ട്രൈബൽ മ്യൂസിക് ഒന്ന് നമുക്ക് കേൾപ്പിച്ച് തരുമോ? അപ്പം അമേരിക്കൻ റൂംമേറ്റ് എന്താ ചിന്തിച്ചത്, ഇവർ പാട്ടൊന്നും കേൾക്കില്ല,
വളരെ ഇങ്ങനെ ട്രൈബലായിട്ടുള്ള മ്യൂസിക്കുകൾ മാത്രമാണ്, അവരുടെ ചുറ്റുവട്ടത്തുള്ള മാത്രമുള്ള പാട്ടുകൾ മാത്രമേ ഇവർ പാടുള്ളൂ, അത് മാത്രമേ കേൾക്കുള്ളൂ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് വാസ് കോൺസിക്വൻ്റ്ലി വെരി ഡിസപ്പോയിൻറ്റഡ് വെൻ ഐ പ്രൊഡ്യൂസ് മൈ ടാപ്പ് ഓഫ് മരിയ കറി. മരിയ കറി എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സിംഗറാണ്. അപ്പം അവരുടെ പാട്ടുകൾ ചിമന്ത എങ്കോസി അടിച്ച് കേൾക്കാറുണ്ട് എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഈ അമേരിക്കൻ റൂംമേറ്റിന് വളരെയധികം ഡിസപ്പോയിൻറ്റഡായി, കൺഫ്യൂസ്ഡായി. കാരണം അമേരിക്കൻ റൂംമേറ്റ് കേട്ടിട്ടുണ്ടായിരുന്ന അറിവുള്ളത് വെച്ചിട്ട് അവരിങ്ങനെയുള്ള പാട്ടുകളൊന്നും കേൾക്കില്ല, ട്രൈബൽ മ്യൂസിക്സ് മാത്രമാണ് കേൾക്കുക എന്നുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് ഫെൽറ്റ് സോറി ഫോർ മീ ഈവൻ ബിഫോർ ഷീ സോ മീ. അതായത് ഈ നമ്മളെ ഷിമമന്ത എങ്കോസി അഡിച്ചിനെ കാണുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ അമേരിക്കയിലേക്ക് പഠിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പഠിക്കാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു വ്യക്തി റൂംമേറ്റ് എന്താണ് ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഓ പാവം, നൈജീരിയയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും വരുന്നത്, അപ്പം കാണുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊരു പാവപ്പെട്ടവരാണ് എന്നുള്ള ഒരു ചിന്താഗതി ആ ഒരു റൂംമേറ്റിനുണ്ടായിരുന്നു. Her default position towards me as an African was kind of patronizing, well-meaning pity. ആ ഒരു റൂംമേറ്റിനെ എപ്പോഴും ഒരു സഹതാപം പോലെ, അയ്യോ പാവം, എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്, ഒന്നുമില്ലാതെ അടുത്തുനിന്ന് വരുന്നതല്ലേ എന്നൊക്കെയുള്ള ഒരു തെറ്റായ ധാരണകൾ ഒരു സഹതാപം പോലെയൊക്കെയാണ് കരുതിയിരുന്നത്. പാട്രണൈസിങ് എന്ന് വെച്ചാൽ പാവപ്പെട്ടവരാണെന്നൊക്കെയുള്ള ഒരു ചിന്താഗതി. My roommate had no single story of Africa. My roommate had a single story of Africa. അമേരിക്കൻ റൂംമേറ്റിന് ആഫ്രിക്കയെ പറ്റിയിട്ടൊരു സിംഗിൾ സ്റ്റോറി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇൻ ദിസ് സിംഗിൾ സ്റ്റോറി ദർ വാസ് നോ പോസിബിലിറ്റി ഓഫ് ആഫ്രിക്കൻസ് ബീങ് സിമിലർ ടു ഹർ ഇൻ എനി വേ, നോ പോസിബിലിറ്റീസ് ഓഫ് ഫീലിങ്സ് മോർ കോംപ്ലക്സ് ദാൻ പിറ്റി, നോ പോസിബിലിറ്റി ഓഫ് എ കണക്ഷൻ ആസ് ഹ്യൂമൻ ഈക്വൽസ്. അപ്പം ആ ഒരു റൂംമേറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അമേരിക്കയിലുള്ള തന്നെ പോലെ ഒരിക്കലും ആഫ്രിക്കയിലുള്ള ഈ ഒരു ചിമമന്ത എങ്കോസി അടിച്ച് ആവില്ല, അവർ പാവപ്പെട്ടവരാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് വരുന്നതാണ്, അപ്പം ഞാൻ കുറച്ച് സഹതാപം അവർക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു തെറ്റായ ധാരണ അമേരിക്കൻ റൂംമേറ്റിന് ഉണ്ടായിരുന്നു. ഇവിടെ അമേരിക്കൻ റൂംമേറ്റിനെ ഒരിക്കലും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല എന്ന് ചിമമന്ത എങ്കോസി അടിച്ച് തന്നെ പിന്നീട് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. I must say that before I went to the US, I didn't consciously identify as African. ഈ ഒരു US പോകുന്നതിന് മുമ്പ് ആഫ്രിക്കനാണ് എന്നൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ പറയാണ്, നീ മലയാളിയല്ലേ, നീ ഇവിടെ കേരളത്തിലല്ലേ. നമ്മളിവിടെ കേരളത്തിൽ താമസിക്കുമ്പോഴേ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേരളത്തിലാണെന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ. അതേപോലെ ചിമമന്ത എങ്കോസി അടിച്ച് ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലാണ് ഞാൻ ജനിച്ചത് എന്നും അങ്ങനെ എപ്പോഴും ഓർത്തിരിക്കാറൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. ബട്ട് ഇൻ ദ US വെനെവർ ആഫ്രിക്ക കെയിം അപ്പ് പീപ്പിൾ ടേൺ ടു മീ. അങ്ങനെ പക്ഷേ US എപ്പോഴൊക്കെ ആഫ്രിക്കയെ പറ്റിയിട്ട് സംസാരിക്കുന്നോ അപ്പോഴൊക്കെ എല്ലാവരും എന്നെ നോക്കും. ഐ ഡിഡ് കം ടു എംബ്രേസ് ദിസ് ന്യൂ ഐഡൻറ്റിറ്റി. എനിക്കങ്ങനെ പുതിയൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുകയാണ്, ഇങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് വന്ന കുട്ടി, അല്ലെങ്കിൽ ആഫ്രിക്കനെ പറ്റി എന്ത് പറയുമ്പോഴും എല്ലാവരും തന്നെ നോക്കുന്നു. ആൻഡ് ഇൻ മെനി വേസ് ഐ തിങ്ക് ഓഫ് മൈസെൽഫ് നൗ ആസ് ആഫ്രിക്കൻ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഫ്രിക്കയിൽ നിന്നാണ് എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായി തുടങ്ങുകയാണ്. Although I still get quite irritable when Africa is referred to as a country. പലരും എന്താണ്, നീ ആഫ്രിക്കയിൽ എന്ന് പറയുന്ന കൺട്രിയിൽ നിന്നല്ലേ വരുന്നത്, ആഫ്രിക്കയെ പലരും രാജ്യമായിട്ട് കരുതുമ്പോൾ എനിക്ക് കുറച്ചുകൂടി അസഹനീയമായിട്ടാണ് തോന്നാറുള്ളത്. കാരണം എല്ലാം തെറ്റിദ്ധാരണകളാണ്, സിംഗിൾ സ്റ്റോറിയാണ് ആഫ്രിക്കയെ പറ്റിയിട്ടുള്ള. After I had spent some years in the US as an African, I began to understand my roommate's response to me. അപ്പം കുറച്ചാൾ ഇങ്ങനെ US കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ഒരു റൂംമേറ്റിന് തന്നോടുള്ള സമീപനം എന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്നൊക്കെ ചിമമന്ത എങ്കോസി അടിച്ചിക്ക് മനസ്സിലായി. ഇഫ് ഐ ഹാഡ് നോട്ട് ഗ്രോൺ അപ്പ് ഇൻ നൈജീരിയ, ഞാൻ ഒരു പക്ഷേ നൈജീരിയയിൽ വളർന്നു വന്നില്ലായിരുന്നുവെങ്കിൽ, ആൻഡ് ഇഫ് ഓൾ ഐ ന്യൂ അബൌട്ട് ആഫ്രിക്ക വെർ ഫ്രം പോപ്പുലർ ഇമേജസ്, എനിക്ക് ആഫ്രിക്കയെ പറ്റിയിട്ട് എന്താണ് ഇങ്ങനെ പിക്ചറുകൾ കൊണ്ടാണ് മാത്രം അറിയുന്നത് എങ്കിൽ, അതായത് ഇപ്പം ഞാൻ ദുബായിനെ പറ്റിയിട്ട് ചോദിക്കുകയാണ്, ഞാൻ ദുബായിൽ പോയിട്ടില്ല, പകരം ദുബായിൻ്റെ ഒരുപാട് പിക്ചേഴ്സ് എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ആ പിക്ചേഴ്സ് കൊണ്ട് മാത്രം അത് ആണ് ദുബായ് എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും? ഇല്ല. അതുപോലെയാണ്. അതായത് ഒരു പക്ഷേ ചിമമന്ത എങ്കോസി അടിച്ച് നൈജീരിയയിൽ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ, ആഫ്രിക്കയിലുള്ള ചിത്രങ്ങൾ കൊണ്ട് മാത്രം ആഫ്രിക്കയെ വിലയിരുത്തണമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ
എന്താണ്, ഐ ടു വുഡ് തിങ്ക് ദാറ്റ് ആഫ്രിക്ക വാസ് എ പ്ലേസ് ഓഫ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ്, ബ്യൂട്ടിഫുൾ ആനിമൽസ് ആൻഡ് ഇൻകംപ്രസിബിൾ പീപ്പിൾ അൺഎബിൾ ടു സ്പീക്ക് ഫോർ ദംസെൽസ് ആൻഡ് വെയിറ്റിംഗ് ടു ബി സേവ്ഡ് ബൈ എ കൈൻഡ് വൈറ്റ് ഫോറിനർ. ചിലപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പല തെറ്റിദ്ധാരണകളും ചിന്തിച്ചേനെ. നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്, ഒരുപാട് ആനിമൽ ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ ആരെങ്കിലും വന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ജനങ്ങളാണ് ആഫ്രിക്കയിലുള്ളത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊക്കെ ചിലപ്പം എന്താണ് ചിമമന്ദ ngozi അഡിച്ചിക്ക് വന്നേക്കാമായിരുന്നു. കാരണം നമ്മൾ മുഴുവനായിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള സത്യാവസ്ഥ തേടി നമ്മൾ പോകുന്നില്ല. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടിട്ടുള്ള ഓരോ സിംഗിൾ സ്റ്റോറീസാണ് നമ്മൾ സത്യമെന്ന് കരുതി വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു ഡേഞ്ചർ തന്നെയാണ്, അതിൻ്റെ ഒരു വിപത്ത് തന്നെയാണ് ഈ ഒരു സ്പീച്ച് കൊണ്ട് സംസാരിക്കാൻ ചിമമന്ദ ngozi അഡിച്ച് ശ്രമിക്കുന്നത്. ഓക്കെയാണ്. ഐ വുഡ് സീ ആഫ്രിക്കൻസ് ഇൻ ദ സെയിം വേ ദാറ്റ് ഐ ആസ് എ ചൈൽഡ് ഹാഡ് സീൻ ഫിദേസ് ഫാമിലി. I began to realize that my American roommate must have throughout her life seen and heard different versions of this single story. ഒരു പക്ഷേ ആ അമേരിക്കയിലുള്ള ആ ഒരു അമേരിക്കൻ റൂംമേറ്റും ഇതുപോലെ ആഫ്രിക്കയിലുള്ളവരൊക്കെ പാവപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം മാത്രമായിരിക്കില്ല. പല തവണയായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോസും ഒരുപാട് ഡോക്യുമെൻ്ററീസും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കേട്ടിട്ടായിരിക്കാം അങ്ങനെ ഒരു സിംഗിൾ സ്റ്റോറി മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവുക. മനസ്സിലായില്ലേ? അതായത് അമേരിക്കൻ റൂംമേറ്റ് കണ്ട കാര്യങ്ങൾ എന്തൊക്കെ മാത്രമായിരിക്കും, അവർ പാവപ്പെട്ട പിക്ചേഴ്സ് ആയിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചിന്ത അമേരിക്കൻ റൂംമേറ്റിൽ വന്നത്. എ പ്രൊഫസർ വൺസ് ടോൾഡ് മീ ദാറ്റ് മൈ നോവൽ വാസ് നോട്ട് ഓൺലി ഓതൻറ്റിക്കലി ആഫ്രിക്കൻ. ഒരിക്കൽ പ്രൊഫസർ എന്നോട് പറഞ്ഞു, എന്താണ്, എൻ്റെ നോവല് യഥാർത്ഥത്തിൽ ഒരു ആഫ്രിക്കൻ നോവലല്ല. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ആഫ്രിക്കൻ ഓതൻറ്റിസിറ്റി വാസ്. എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ദ പ്രൊഫസർ ടോൾഡ് മീ ദാറ്റ് മൈ ക്യാരക്ടേഴ്സ് വെയർ ടു മച്ച് ലൈക്ക് ഹിം. എൻ്റെ പ്രൊഫസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കഥയിലെ കഥാപാത്രങ്ങളൊക്കെയും അദ്ദേഹത്തെ പോലെയായിരുന്നു. എൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് മിഡിൽ ക്ലാസ് മാൻ. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരായിരുന്നു നമ്മുടെ ചിമമന്ദ ngozi അഡിച്ചിയുടെ കഥാപാത്രങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പം പ്രൊഫസർ പറയാണ്, അങ്ങനെയുള്ള കഥാപാത്രങ്ങളല്ല നിങ്ങളുടെ കഥകളിൽ വേണ്ടുന്നത്. നിങ്ങളുടെ ഈ ചിമമന്ദ ngozi അഡിച്ച് എഴുതിയ കഥാപാത്രങ്ങളൊക്കെ കാർ ഓട്ടിക്കുമായിരുന്നു. ദേ വെർ നോട്ട് സ്റ്റാർവിങ്. അവരെന്താണ്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരല്ല. ദെയർഫോർ ദേ വെർ നോട്ട് ഒതന്റിക്കലി ആഫ്രിക്കൻ. അതുകൊണ്ട് തന്നെ അവരെ ഒരു ആഫ്രിക്കൻ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇത് എന്ന് പറയുന്നത് പ്രൊഫസറിന് ആഫ്രിക്കനോടുള്ള ഒരു സിംഗിൾ സ്റ്റോറിയാണ്, അല്ലേ? പ്രൊഫസർ ചിന്തിക്കുന്നത് എന്താണ്, ആഫ്രിക്കയിലുള്ള എല്ലാവരും വണ്ടി ഓടിക്കാൻ അറിയാതെ വിശപ്പ് കൊണ്ട് ഇങ്ങനെ എല്ലാവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്, എല്ലാവരും അത്ര പഠിപ്പൊന്നുമില്ലാത്ത, എല്ലാവരും പുവറായിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരെന്നാണ് പ്രൊഫസർ ചിന്തിക്കുന്നത്. പക്ഷെ അതാണോ യാഥാർത്ഥ്യം? അത് മാത്രമാണോ യാഥാർത്ഥ്യം? നിങ്ങൾ പറയാം, അല്ലേ? നമ്മളിങ്ങനെ അതൊക്കെ ഒരു സിംഗിൾ സ്റ്റോറിയാണ്. അതിൻ്റെ ഒരു കോൺസിക്വൻസ്, അതിൻ്റെ ഒരു വിപത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. When I learned some years ago that writers were expected to have had really unhappy childhoods to be successful. അതായത് പലർക്കും ഉള്ള തെറ്റിദ്ധാരണ മറ്റൊരു സിംഗിൾ സ്റ്റോറിയാണ്. ജീവിതത്തിൽ വിജയിച്ചവരൊക്കെയും അവരുടെ ചെറുപ്പകാലത്ത്, അവരുടെ കുട്ടിക്കാലത്ത് സങ്കടപ്പെട്ട് ദുരിതം അനുഭവിച്ച് അവർക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായി, അവർ ഇങ്ങനെ ദുരിതപാട് അനുഭവിച്ചവരാണ് എന്നുള്ളൊരു സിംഗിൾ സ്റ്റോറി നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്, അല്ലേ? നമ്മൾ കരുതുക സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളവർ എല്ലാവരുടെയും കുട്ടിക്കാലം സങ്കടപ്പെട്ട് ദുരിതം അനുഭവിക്കണമെന്നില്ല. ഒരുപാട് സന്തോഷമുള്ള കുട്ടിക്കാലമുള്ളവർക്കും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി കഴിയും, അല്ലേ? സോ ചിമമന്ദ ngozi അഡിച്ചിക്കും ഇങ്ങനെയൊരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു. കാരണം എല്ലാ എഴുത്തുകാരെ പറ്റിയിട്ടും ചിമമന്ദ ngozi അഡിച്ചിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അതായത് എല്ലാവരുടെയും കുട്ടിക്കാലം വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു, അതുകൊണ്ടാണ് അവർ വിജയിച്ചത് എന്ന്. I began to think about how I could invent horrible things my parents had done to me. അതുകൊണ്ട് തന്നെ ചിമമന്ദ ngozi അഡിച്ചിയും എന്ത് ചിന്തിക്കുമായിരുന്നു, തൻ്റെ കുട്ടിക്കാലത്തും ഇതുപോലെ പറയാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഞാൻ ഇതൊക്കെ കൊണ്ടാണ് സക്സസ്ഫുൾ ആയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നിങ്ങനെ നിരന്തരം ചിന്തിക്കാറുണ്ടായിരുന്നു. But the truth is that I had a very happy childhood, full of laughter and love in a very close-knit family. പക്ഷേ ചിമമന്ദ ngozi അഡിച്ചിയുടെ കുട്ടിക്കാലത്ത് എപ്പോഴും സന്തോഷം മാത്രമായിരുന്നു എന്ന് കരുതി സങ്കടമേ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല, സന്തോഷം മാത്രമായിരുന്നു എന്ന് പറയുമ്പോഴും അവിടെ അതും ഒരു സിംഗിൾ സ്റ്റോറിയാണ്. അവിടെ സങ്കടമൊക്കെ ഉണ്ടാവും, സന്തോഷം മാത്രമുള്ള ജീവിതം ഉണ്ടോ? ഇല്ല. എന്നാലും
ഇങ്ങനെ ദുരിതം അനുഭവിച്ചു എന്ന് പറയാൻ മാത്രമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നല്ല ഫാമിലി ആയിരുന്നു, സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചത്. ബട്ട് ഐ ഓൾസോ ഹാഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹു ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. അപ്പം ഇങ്ങനെ ദുരിതങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന കാര്യങ്ങളിൽ പെടുന്നതാണ് മുത്തശ്ശൻ റെഫ്യൂജി ക്യാമ്പിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൈ കസിൻ പോൾ ഡൈഡ് ബിക്കോസ് ഹി കുഡ് നോട്ട് ഗെറ്റ് എഡ്യൂക്കേറ്റ് ഹെൽത്ത് കെയർ. എൻ്റെ കസിൻ പോളിന് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒക്കലോമ ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ് ബിക്കോസ് അവർ ഫയർ ട്രക്സ് ഡിഡ് നോട്ട് ഹാവ് വാട്ടർ. ഇങ്ങനെ ഒരു പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പ്ലെയിനിൽ തീ പിടിച്ചപ്പോൾ ആ തീ അണക്കാൻ വേണ്ടിയിട്ട് ഫയർ ട്രക്കുകളിൽ വെള്ളമില്ലാത്തത് കാരണം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒക്കലോമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്. ഐ ഗ്രോപ്പ് അണ്ടർ റെപ്രസീവ് മിലിറ്ററി ഗവൺമെൻറ്റ്സ് ദാറ്റ് ഡിവാല്യൂഡ് എഡ്യൂക്കേഷൻ സോ ദാറ്റ് സംടൈംസ് മൈ പാരൻസ് വെർ നോട്ട് പെയ്ഡ് ദെയർ സാലറീസ്. ചില സമയങ്ങളിൽ എൻ്റെ രക്ഷിതാക്കൾക്ക് ശമ്പളം പോലും കിട്ടാറില്ലായിരുന്നു. എനിക്ക് കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ പ്രയാസമായിരുന്നു. ഓൾ ഓഫ് ദീസ് സ്റ്റോറീസ് മേക്ക് മീ ഹൂ ഐ ആം. സന്തോഷവും സങ്കടവും എല്ലാം ചേർന്ന കഥയാണ് എന്നെ പറ്റി എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ ഞാൻ എപ്പോഴും സന്തോഷവാനാണ് എന്ന് മാത്രം പറയാനല്ല. മനസ്സിലാവുന്നില്ലേ? ഇതാണ് യഥാർത്ഥ ഒരു സ്റ്റോറി എന്നെ പറ്റിയുള്ള. അല്ലാതെ ഞാൻ എപ്പോഴും എൻ്റെ ബാല്യകാലം ഏറ്റവും മനോഹരമായിരുന്നു എന്ന് മാത്രം പറയാൻ അല്ല. എൻ്റെ ബാല്യകാലത്ത് എപ്പോഴും സന്തോഷം മാത്രമായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു സിംഗിൾ സ്റ്റോറിയാണ്. പകരം എൻ്റെ കുട്ടിക്കാലത്ത് സങ്കടം ഉണ്ടായിരുന്നിട്ടുണ്ട്, സന്തോഷം ഉണ്ടായിട്ടുണ്ട്. സന്തോഷത്തിൻ്റെ കാര്യങ്ങളാണ് ഇതൊക്കെ, സങ്കടത്തിൻ്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഈ ഒരു പാരഗ്രാഫ്. ഈ ഒരു പാരഗ്രാഫ് മുത്തശ്ശനെ പറ്റിയിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഞാൻ. ബട്ട് ഇൻസിസ്റ്റ് on only these negative stories is to be flatten my experience and to overlook the many other stories that formed me. The single story creates stereotypes, and the problem with stereotypes is not that they are untrue but that they are incomplete. അതായത് ഇങ്ങനെയുള്ള സിംഗിൾ സ്റ്റോറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റീരിയോ ടൈപ്സ് ആണ്. സ്റ്റീരിയോ ടൈപ്സ് എന്ന് വെച്ചാൽ സങ്കല്പങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അത് യാഥാർത്ഥ്യമായിരിക്കില്ല. ദ പ്രോബ്ലം വിത്ത് സ്റ്റീരിയോ ടൈപ്സ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ അൺട്രൂ. അവർ സത്യമല്ല എന്ന് പറയില്ല, ബട്ട് അത് കംപ്ലീറ്റ് ആയിരിക്കില്ല. അതായിരിക്കില്ല യഥാർത്ഥ സത്യം. അതായത് ഞാനിപ്പം പറയാണ്, ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ടവരുടെ രാജ്യമാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അവിടെ പാവപ്പെട്ടവരുമുണ്ട്, നല്ലവരും, ഇങ്ങനെ റിച്ച് ആയിട്ടുള്ളവരുമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റിലും തന്നെ ഞാൻ പറയാണ്, എൻ്റെ ഫാമിലിയിലുള്ളവരെല്ലാവരും പാവപ്പെട്ടവരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു സിംഗിൾ സ്റ്റോറിയാണ്. കാരണം എൻ്റെ കുടുംബത്തിൽ പാവപ്പെട്ടവരുമുണ്ട്, റിച്ച് ആയിട്ടുള്ളവരുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാത്തവരുമുണ്ട്. അതാണ്. അതായത് അത് സത്യമായിരിക്കാം, പക്ഷെ അത് പൂർണ്ണ സത്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ദേ ആർ ഇൻകംപ്ലീറ്റ്. ദേ മേക്ക് വൺ സ്റ്റോറി ബിക്കം ദി ഓൺലി സ്റ്റോറി. അതായത് അതൊരു കഥയാണ്, പക്ഷെ അത് മാത്രമാണ് സത്യമെന്ന്, അത് മാത്രമാണ് കഥയെന്ന് വിശ്വസിക്കരുത്. ഓക്കെയാണ്? അതായത് നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മുഴുവനായിട്ട് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു സിംഗിൾ സ്റ്റോറീൻ്റെ അപകടം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പലർക്കും നമ്മളെ പറ്റിയിട്ടും മറ്റുള്ളവരെ പറ്റിയിട്ടും നമുക്ക് മറ്റുള്ളവരോടും ഒക്കെ ഇങ്ങനെയുള്ള സിംഗിൾ സ്റ്റോറീസ് ഉണ്ടാവും. അവൻ്റെ സ്വഭാവം എത്ര നല്ലതല്ല, അവൻ മോശം കുട്ടിയാണ് എന്ന് ചിലപ്പം ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ആ ഒരു കുട്ടിയുടെ പ്രവൃത്തി കൊണ്ട് ചിലപ്പം നമ്മൾ ചിന്തിച്ചു വച്ചേക്കാം അവനൊരു മോശം കുട്ടിയാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ആ കുട്ടിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോഴായിരിക്കാം നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നത് അവൻ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അവൾ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെയാണ് സിംഗിൾ സ്റ്റോറീൻ്റെ ഒരു ആപത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു വ്യക്തിയെയും അല്ലെങ്കിൽ എന്ത് കാര്യമായാലും അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. വെറും ഒരു പകുതി അല്ലെങ്കിൽ ഒരു പൂർണ്ണ സത്യമല്ലാത്ത കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഒരു സിംഗിൾ സ്റ്റോറി വെച്ച് നിൽക്കരുത് എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. സോ ഇത് നമ്മൾ പെട്ടെന്ന് എത്രയും വേഗത്തിലാണ് പറഞ്ഞു പോയത്, കാരണം എക്സാമൊക്കെ അടുത്ത് വരികയാണ്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സമയം വേണം. സോ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം. മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലാവാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പതിയെ പറയാം. ഓക്കെയാണ്? ഇത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, എനിക്ക് തന്നെ അറിയാം വളരെ സ്പീഡിലാണ് പറഞ്ഞു പോയത് എന്ന്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾ സ്പീച്ച് നോക്കുക. ഇങ്ങനെ ഓരോ സിംഗിൾ സ്റ്റോറീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഷോർട്ട് നോട്ട് ചിലപ്പം ചോദിക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ സിംഗിൾ സ്റ്റോറി ഓഫ് ഫിദേ എന്നൊക്കെ വേണം ചോദിക്കാം. ഓക്കെ, അപ്പം
ഈ ഒരു പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.